അതിന് വ്യക്തമായി മറുപടി പറഞ്ഞു തരും. അപ്പം എങ്ങനെയായാലും എങ്ങനെ നോക്കിയാലും ഇത്രയ്ക്ക് വലിയൊരു ആചാര്യന്റെ കീഴിൽ അങ്ങനെ പഠിക്കാൻ പറ്റിയത് വളരെ വളരെ ഒരു വലിയ അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ കാണുന്നു. അതുപോലെ സാർ ഇപ്പൊ ചെയ്യുന്ന ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴല്ല, ഒരുപാട് വർഷങ്ങളായിട്ട് ചെയ്യുന്നു. പ്രത്യേകിച്ച് റീസെന്റ് ആയിട്ടുള്ള കുറെ ആക്ടിവിറ്റീസ്, പുസ്തകങ്ങൾ എഴുതുക, അത് പ്രത്യേകിച്ച് കുട്ടികളെ ഫോക്കസ് ചെയ്ത് എഴുതുക എന്ന് പറയുമ്പം അതൊരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാര്യം ഇപ്പൊ എനിക്കായാലും കൊച്ചുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നുണ്ട്. പക്ഷെ അത് എങ്ങനെ എന്താ പറയുന്ന വലുതായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള കണ്ടന്റ്സ് എങ്ങനെ അത് സോർട്ട് ചെയ്ത് എടുക്കണം എന്നൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോഴാണ് സാർ അത്രയും നല്ല ഒരു ഈസി ഫോമില്, ഒരു ക്യാപ്സൂൾ ഫോമില് ബുക്കിന്റെ രൂപത്തിലാക്കി നമുക്ക് തന്നിരിക്കുന്നത്. അത് തന്നെ ആ കുട്ടികളിൽ ഫോക്കസ് ചെയ്യാനുണ്ടായത് തന്നെ ഒരു വലിയ ആ ഒരു തോന്നല് തന്നെ ഒരു വലിയ കാര്യമാണ്. കാര്യം ഞാൻ കുട്ടികൾക്ക് 2 ബാച്ച് മെഡിറ്റേഷൻ എടുക്കുന്നുണ്ട്. അപ്പൊ 5 to 9 ഇയേഴ്സിലുള്ള കുട്ടികൾക്ക് അവരെ എളുപ്പമാണ് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട്. മീൻസ് പറഞ്ഞു കൊടുത്താൽ അവരുടെ ആക്സെപ്റ്റൻസ് ലെവൽ എല്ലാം കൂടുതലാണ്. അവിടെ തന്നെ 5 മുതൽ മുകളിലോട്ട് പോകുമ്പോൾ ഉള്ള വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഒരു 5 വയസ്സിൽ, മിനിമം ഒരു 5 വയസ്സിൽ പിടിക്കണം എന്നാ എനിക്ക് തോന്നിയത്. അപ്പൊ സാർ ആ ഒരു ലെവലിൽ കുഞ്ഞിലേ മനസ്സിലാകത്തക്ക രീതിക്ക് ആ പുസ്തകം എഴുതിയത് അതൊരു വലിയ ഒരു പ്രവൃത്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇത്രയധികം ദിവസവും ജീവിതം പൂർണ്ണമായിട്ടും ആത്മീയമായ കാര്യങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് പഠിപ്പിച്ചും ഇത്രയും മുന്നോട്ട് പോകുന്ന സാറിനെ അറിയാൻ കഴിഞ്ഞത് തന്നെ എന്റെ വലിയ പുണ്യമായിട്ട് ഞാൻ കരുതുന്നു. നമസ്കാരം സാർ. പിന്നെ എല്ലാവരെയും, സാറന്മാരെയും ചേച്ചിമാരെയും എല്ലാം വീണ്ടും കണ്ടതിൽ ഒത്തിരി കാലത്തിന് ശേഷം വളരെ സന്തോഷം. ആനാപാനസതി മെഡിറ്റേഷനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാവുന്ന ഷെയർ ചെയ്യാൻ വിചാരിക്കുക. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നയാ. പിന്നെ ഞാൻ അറിയാവുന്ന രീതിക്ക് അങ്ങ് പറയുന്നതേ ഉള്ളൂ. എന്നെക്കാളും കൂടുതൽ അറിവുള്ളവർ തന്നെ ഇരിക്കുന്നതല്ല. മെഡിറ്റേഷൻ എന്ന് പറയുമ്പം ചിന്തകളില്ലാത്ത അവസ്ഥ, അല്ലെ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തപ്പെടുക. അപ്പം എന്താ ചിന്തകളില്ലാത്ത മനസ്സിന്റെ, അല്ലെ ചിന്തകളില്ലാത്ത അവസ്ഥയിലേക്ക് എത്തപ്പെടണം എന്നുള്ളതിന് എന്താ ഇത്രയ്ക്കധികം പ്രാധാന്യം? നമ്മുടെ മനസ്സെന്ന് പറയുമ്പം ചിന്തകളുടെ ഒരു കൂട്ടം മാത്രമാണ്, അല്ലാതെ നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്ന ഒരു അവയവമോ ഒന്നുമല്ല. അപ്പൊ ചിന്തകളുടെ ഒരു കൂട്ടം മാത്രമാണ്. അപ്പൊ ഈ ചിന്തകൾ കുറയുമ്പം മനസ്സ് വളരെയധികം ശാന്തമാകും. മനസ്സെന്തിനാ ശാന്തമാകുന്നത്? ഈ മനസ്സ് തന്നെയാണ് നമ്മളെ എപ്പോഴും ഭൂതകാലത്തിലും ഭാവി കാലത്തിലുമായിട്ട് പിടിച്ചിടുന്നത്. മനസ്സിന്റെ പ്രസന്റ് മൊമെന്റിൽ നിൽക്കൂല. പ്രസന്റ് മൊമെന്റ് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു പ്രസന്റ് ആണ്. അതായത് ഈ ഒരു നിമിഷമേ ഉള്ളൂ വാസ്തവത്തിൽ നമുക്ക് വേണ്ട വിധത്തിൽ ആക്ട് ചെയ്യാന്. പക്ഷെ അതിനെപ്പറ്റി ബോധം ഇല്ലാതെ നമ്മൾ എപ്പോഴും ഒന്നുകിൽ കഴിഞ്ഞ കാലത്തെ വിഷമങ്ങള്, കഴിഞ്ഞ കാലത്തെ കാര്യങ്ങൾ ചിന്തിച്ചു പോകുന്നു, അതല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി ചിന്തിക്കുന്നു, അതിനെ പറ്റിയിട്ട് ആകുലതയോടെ ഇരിക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ ഓരോ നിമിഷവും കടന്നു പോകുന്നത് കൂടുതൽ പേരുടെയും. അപ്പം ആ പ്രസന്റ് മൊമെന്റിന് അതിൻ്റെതായിട്ടുള്ള വിലയുണ്ട്. പിന്നെ ഈ മനസ്സിലാണ് എല്ലാം, എന്താ പറയുന്ന, സങ്കടങ്ങളും ആകുലതകളും അനാവശ്യമായ ചോദ്യങ്ങളും അനാവശ്യമായ ചിന്തകളും സംശയങ്ങളും എല്ലാം ഉണ്ടാകുന്നത്. അപ്പം സന്തോഷവും ഉണ്ടാകുന്നില്ല എന്നല്ല, പക്ഷെ ഇതെല്ലാം നശ്വരമാണ്. മാത്രമല്ല ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഒരു ശാശ്വതമായ സന്തോഷം അല്ല നമുക്ക് അവിടെ കിട്ടുന്നത്. സാർ എപ്പോഴും പറഞ്ഞു തരുന്നതുമാണ്. അതിന് ആ മനസ്സിന്റെ അപ്പുറത്തെ തലത്തിലേക്ക് പോകണം. പിന്നെ ഒരു വ്യക്തമായ ആ ഒരു ചിന്തകൾ കുറയുമ്പോ തന്നെ നമ്മുടെ മനസ്സ് ഒത്തിരി ശാന്തമാക്കും. അതുപോലെ നമ്മളിപ്പോ നമ്മളെ ഈ ഗ്രന്ഥങ്ങള് വായിക്കുന്നു, അതിന്റെ അർത്ഥങ്ങൾ കേൾക്കുന്നു, അല്ലെങ്കിൽ സാർ പറഞ്ഞു തരുന്നത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നു, അല്ലെ നമ്മൾ അതിനോട് ഇഴുകി ചേർന്ന് വായിക്കുന്നു. അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ഒരു ശാന്തത എന്ന് പറഞ്ഞാൽ അത് ആ ചിന്തകൾ കുറയുന്നത് കൊണ്ടാണ്. ഇപ്പം ഒരു 2 വരി നമ്മൾ ചൊല്ലുമ്പം അത് സ്പീഡിന് ചൊല്ലി തീർക്കാനായിട്ട് പോകുന്നതും അതിൻ്റെ അർത്ഥമറിഞ്ഞ് സ്ലോയിൽ ആ ഓരോ വാക്കുകളായിട്ട് ഉൾക്കൊണ്ട് ചൊല്ലുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. നമ്മളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനും കേൾക്കുന്നവരിൽ ഉണ്ടാക്കുന്ന എഫക്റ്റിനും. കാര്യം നമ്മൾ ആ അർത്ഥം അറിഞ്ഞു ചൊല്ലുമ്പോൾ നമ്മളതിൽ പൂർണ്ണമായിട്ടും ലയിച്ചായിരിക്കുന്നത്. മനസ്സിനോട് അങ്ങോട്ട് കൂടുതൽ ആവശ്യമില്ലാത്ത ഇൻവോൾവ്മെന്റ് വരുന്നില്ല.
പിന്നെ ഇങ്ങനെ വ്യക്തമായ ചിന്തകൾ കുറഞ്ഞ മനസ്സെന്ന് പറയുമ്പോൾ അവിടെ നല്ല വ്യക്തതയുണ്ട്. വ്യക്തമായ ഒരു മനസ്സുള്ളപ്പം നമ്മുടെ ഓർമ്മശക്തി കൂടുതലായിരിക്കും. നമ്മളിങ്ങനെ പല കാര്യങ്ങൾ ചിന്തിച്ചും കൊണ്ടിരുന്ന ഒരു കാര്യം ഒരു ശ്ലോകത്തിന്റെ അർത്ഥം തന്നെ ആയാലും കേട്ടും കൊണ്ടിരുന്ന പകുതി അവിടെ കേൾക്കും, അല്ലെ കുറച്ച് കേൾക്കും, അല്ലെ കുറച്ച് തലതിരിഞ്ഞ് കേൾക്കും. അതേസമയം നമ്മുടെ പൂർണ്ണമായ ശ്രദ്ധ നമ്മുടെ മനസ്സിൽ വേറെ ചിന്തകളൊന്നുമില്ലാതെ ഇരിക്കുവാണെങ്കിൽ ഇല്ല, സ്പോഞ്ച് വെള്ളം അബ്സോർബ് ചെയ്യും പോലെ നമ്മൾ അത് അബ്സോർബ് ചെയ്യും. അത് നമ്മൾ രണ്ടാമതൊന്നും നോക്കേണ്ട ആവശ്യം പോലും വരത്തില്ല. അതുപോലെ നമ്മുടെ ഓർമ്മയില് നിൽക്കും. അതുപോലെ തന്നെ നമ്മുടെ ഏകാഗ്രത വളരെ നന്നായി കൂടും. ഏകാഗ്രത കൂടുമ്പോ എന്തെല്ലാം ഗുണങ്ങളാണെന്നറിയോ? ഒന്ന്, നമുക്ക് ആ പ്രസന്റ് മൊമെന്റിൽ ശ്രദ്ധിച്ച് നിൽക്കാൻ പറ്റും. പിന്നീട് എന്താ പറയുന്നത്, ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പം നമ്മളത് ശ്രദ്ധിച്ചാണ്, പരിപൂർണമായി ശ്രദ്ധിച്ചാണ് ചെയ്യുന്നതെങ്കിൽ അതെന്തു ജോലിയോ ആയിക്കോട്ടെ, അതൊരു പച്ചക്കറി അരിയുന്നതോ പാത്രം കഴുകുന്നതോ നിലം തുടയ്ക്കുന്നതോ തൂക്കുന്നതോ എന്തുമാകാം, അത് തൊട്ട് ഓഫീസ് വർക്കോ എന്തോ ആകട്ടെ, പക്ഷെ അതിനകത്ത് നമ്മൾ പരിപൂർണമായിട്ടും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആ ജോലി നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അതൊരു ജോലിയായിട്ട് പോലും നമുക്ക് തോന്നത്തില്ല. പിന്നീട് വളരെ കുറച്ച് എനർജി നമ്മൾ ഈ എനർജി നമ്മൾ സേവ് ചെയ്യുക ചെയ്യുന്നത്. കാര്യം നമ്മളുടെ എനർജി ചോർത്തിക്കൊണ്ട് പോകുന്ന ഒരു പ്രധാന സാധനമാണ് ചിന്തകൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു കാര്യം പൂർണ്ണമായിട്ട് അങ്ങോട്ട് ശ്രദ്ധിച്ചിരുന്ന് ചെയ്യുമ്പം നമ്മുടെ എനർജി വേസ്റ്റ് ആകുന്നില്ല. പിന്നെ കുറച്ച് സമയത്തിനകത്ത് വളരെ എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് ആ പണി തീർക്കാൻ പറ്റും. അതാണ് ഏകാഗ്രതയുടെ. അപ്പൊ ആ ഏകാഗ്രത എങ്ങനെ കിട്ടുന്ന? നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു മൈൻഡിൽ, അതായത് ചിന്തകൾ കുറഞ്ഞ ഒരു മനസ്സിനാണ് കിട്ടുന്നത്. പിന്നീട് ഒരു നല്ല വ്യക്തതയുള്ള മനസ്സിൽ നിന്ന് വരുന്ന തീരുമാനങ്ങൾ അതെപ്പോഴും ശരിയായിരിക്കും. നമുക്കൊരു 100 ചിന്തകളുള്ളപ്പോൾ അവിടെ നമ്മൾ ഒരു കാര്യത്തിൽ തീർത്തൊരു തീരുമാനം എടുക്കാൻ നമുക്ക് പ്രയാസമാണ്. അവിടെ നമുക്ക് നല്ലതും ചീത്തയും അറിയാനുള്ള കഴിവ് കുറവാണ്. കാര്യം മൈൻഡ് ഇങ്ങനെ ക്ലൗഡി ആയിട്ടിരിക്കുക. അതേസമയം ചിന്തകൾ കുറയുമ്പം വ്യക്തതയുണ്ട്. ആ വ്യക്തതയിൽ നിന്ന് നമുക്ക് വരുന്ന തീരുമാനങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും ശരിയായിരിക്കും. പിന്നെ ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ധാരാളം പ്രാണശക്തി അഥവാ കോസ്മിക് എനർജി കിട്ടുക ചെയ്യുന്നത്. ആ കോസ്മിക് എനർജി കിട്ടുന്നത് നമ്മുടെ ചിന്തകളുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. ചിന്തകൾ എത്രത്തോളം കുറയുന്നു അത്രത്തോളം കൂടുതൽ ആ പ്രാണശക്തി നമുക്ക് സ്വീകരിക്കാൻ പറ്റും, നമ്മുടെ ശരീരത്തിന് സ്വീകരിക്കാൻ പറ്റും. നമ്മൾ ഉറങ്ങുമ്പോഴും കിട്ടുന്നുണ്ട് കോസ്മിക് എനർജി, പക്ഷെ അത് കുറച്ചളവാണ്. അതേസമയം ധ്യാനത്തിൽ നമ്മൾ ബോധപൂർവം ശ്വാസത്തിലേക്ക് ശ്രദ്ധിച്ചിരിക്കുമ്പം അവിടെയാണ് ചിന്തകളെ കുറയ്ക്കാനുള്ള ഷോർട്ട് കട്ട് വരുന്നത്. നമ്മൾ നേരെ ചെന്ന് മൈൻഡിന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇച്ചിരി കഴിയുമ്പോൾ നമുക്ക് അവിടെ മനസ്സിലാവും കുരുക്ഷേത്ര യുദ്ധം നടക്കുവാണ്. അതേസമയം നമ്മൾ ശ്വാസത്തിലേക്ക് ശ്രദ്ധിച്ചും കൊണ്ടിരിക്കുവാണെന്നുണ്ടെങ്കിൽ മനസ്സ് അവിടെ അടങ്ങും. ചിന്തകൾ കുറഞ്ഞു കുറഞ്ഞു വന്ന് തോട്ട്ലെസ് സ്റ്റേറ്റിലേക്ക് പോകും. അപ്പൊ ആ അവസ്ഥയിൽ നമുക്ക് ധാരാളമായ പ്രാണശക്തി അഥവാ കോസ്മിക് എനർജി സ്വീകരിക്കാൻ പറ്റും. എന്തിനു വേണ്ടി കോസ്മിക് എനർജി വേണ്ടുന്നത്? നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും, അത് സൂക്ഷ്മ ശരീരത്തിലെ ആയാലും സ്ഥൂല ശരീരത്തിലെ ആയാലും സകല പ്രവർത്തനങ്ങൾക്കും വേണ്ടുന്ന ഒരു സാധനമാണ് പ്രാണശക്തി എന്ന് പറയുന്നത്. ആ പ്രാണശക്തിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുമ്പോഴാണ് പല അസുഖങ്ങളും നമുക്കുണ്ടാകുന്നത്. അതിന്റെ തന്നെ ആ ഫ്ലോ കുറയുമ്പോഴാണ് സ്ട്രെസ്സും അതിനോടനുബന്ധിച്ചുള്ള ആങ്സൈറ്റി, ഡിപ്രഷൻ തുടങ്ങിയ അസുഖങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അപ്പം ഈ ഒരു എന്താ പറയുന്നത്, ഈ കോസ്മിക് എനർജിയുടെ പ്രവാഹം മൂലം അപ്പൊ എന്താ പറയുന്നത്, നല്ല രീതിക്ക് പ്രവാഹം ഉണ്ടാകുവാണെങ്കിൽ, ചിന്തകൾ കുറഞ്ഞിരിക്കുവാണെങ്കിൽ, അതായത് നമ്മൾ കൂടുതൽ മെഡിറ്റേഷൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ എനർജി നമ്മുടെ സ്ഥൂല സൂക്ഷ്മ ശരീരത്തിൽ കൂടി കടന്നു പോകുന്നു. അപ്പൊ അങ്ങനെ കടക്കുമ്പോ എന്താണ് പറ്റുന്നത്? ഉള്ളിലുള്ള ഈ ഞാൻ പറഞ്ഞില്ലേ ചില ബ്ലോക്കുകൾ, ചക്രങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, ശരീരചക്രങ്ങൾ, അതിൽ കൂടെയുള്ള എനർജി ഫ്ലോ ഒക്കെ നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് പോകും. അത് കൂടെ പോകുമ്പോ എന്താ, ഓരോ ചക്രങ്ങളും പല പല ഓർഗൻസുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുക നാഡീ വ്യൂഹത്തിൽ കൂടെ. അപ്പൊ ഇതിൽ കൂടി എല്ലാം ഈ പ്രാണശക്തി നന്നായിട്ട് പോകും. അപ്പൊ ഈ ഓർഗൻസിനെ എല്ലാം അത് ഹെൽത്തി ആക്കുന്നു എന്ന് മാത്രമല്ല, അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ
ഇല്ലാതാക്കുകയും ചെയ്യുന്നു. പിന്നെ ഇത് സ്ട്രെസ് കുറയ്ക്കും നന്നായിട്ട്. അതായത് ഈ നമുക്ക് സ്ട്രെസ് ഉണ്ടാകുമ്പം നമ്മൾ ഒരു ആപത്ത് സാഹചര്യത്തിൽ വന്നാൽ ഒത്തിരി ടെൻഷനും ഒത്തിരി വെറുപ്പും ദേഷ്യവും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഒത്തിരി സ്ട്രെസ് ഹോർമോൺസ് റിലീസ് ചെയ്യും നമ്മുടെ ബോഡിയിൽ നിന്ന്. അപ്പൊ ഈ സ്ട്രെസ് ഹോർമോൺസ് എന്താ ചെയ്യുന്നതെന്ന് അറിയുമോ? ശരിക്കും നമുക്കൊരാപത്ത് വരുന്ന സമയത്ത് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് ഉണ്ടാക്കുക. ഒന്നുകിൽ അവിടെ നിന്ന് യുദ്ധം ചെയ്യുക, അതല്ലെങ്കിൽ ഓടി രക്ഷപ്പെടുക. അതിനുവേണ്ടി നമ്മുടെ ശരീരത്തെ സജ്ജമാക്കും. എങ്ങനെയാ സജ്ജമാക്കുന്നതെന്നറിയോ? ബ്ലഡ് ഷുഗർ കൂട്ടും. എന്തിനു വേണ്ടിയിട്ടാ? കൂടുതൽ എനർജി കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് ടെമ്പററി ആയിട്ടുള്ള കാര്യമാണ്. കാര്യം ആ ഒരു സിറ്റുവേഷൻ കഴിയുമ്പോൾ എവറിത്തിങ് ബാക്ക് ടു നോർമൽ ആകും. ആ ബ്ലഡ് പ്രഷർ കൂട്ടും. എന്തിനാ? സർക്കുലേഷൻ കൂട്ടി ശരീരത്തിൽ എല്ലായിടത്തോട്ടും ബ്രെയിനിലോട്ടും ഒക്കെ സർക്കുലേഷൻ കൂട്ടി കൂടുതൽ നമ്മൾ ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട്. റെസ്പിറേഷൻ കൂട്ടും, ബ്രീത്തിങ് ഫാസ്റ്റ് ആക്കും. എന്തിനാണ്? കൂടുതൽ ഓക്സിജൻ ബ്രെയിനിനും മസിൽസിനും എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ ശരീരത്തിൽ അന്നേരം അങ്ങോട്ട് അത്യാവശ്യമില്ലാത്ത ഫങ്ഷൻസ് ഉണ്ട്, അതിനെ അങ്ങോട്ട് കുറയ്ക്കും. അതെന്താണത്? ഇമ്മ്യൂണിറ്റി. അപ്പൊ പ്രതിരോധ ശക്തി അവിടെ കുറയും. അപ്പൊ ഇതെല്ലാം ഈ പറഞ്ഞ കണക്ക് കുറച്ചു നേരത്തേക്കുള്ള ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ടുള്ളതാണ്. അത് കഴിയുമ്പോൾ അതെല്ലാം ബാക്ക് ടു നോർമൽ ആകും. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ എല്ലാവരും, അത് കൊച്ചു കുട്ടി മുതൽ ഫുൾ സ്ട്രെസ്സിലാണ് നിൽക്കുന്നത്. കോൺസ്റ്റന്റ് സ്ട്രെസ് ആണ്. അപ്പൊ എന്താ പറ്റുന്നത്? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരീരത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുവാണ്. ബ്ലഡ് ഷുഗർ കൂടി നിൽക്കുന്നു, ബ്ലഡ് പ്രഷർ കൂടി നിൽക്കുന്നു, ഇമ്മ്യൂണിറ്റി കുറയുന്നു, ബ്രീത്തിങ് കൂടി നിൽക്കുന്നു, പല 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 ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. അപ്പൊ ഇതിങ്ങനെ കുറേ അധികം കാലം നിൽക്കുമ്പോൾ എന്താ പറ്റുന്നത്? അവിടെ ക്രോണിക് ആയിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ അങ്ങനെയാണ് സ്ട്രെസ് ഈ വലിയ വലിയ അസുഖങ്ങളിലേക്ക് നീക്കിക്കൊണ്ടു പോകുന്നത്. അപ്പം നമുക്ക് സ്ട്രെസ് കുറയുമ്പം തന്നെ എന്താ പറയുന്നത്, ഈ പറഞ്ഞ ഒരു എഫക്റ്റ് നമുക്ക് നടക്കുന്നില്ലല്ലോ. അപ്പൊ അസുഖങ്ങൾക്കുള്ള സാധ്യതയില്ല. മാത്രമല്ല നമുക്ക് രണ്ട് നെർവസ് സിസ്റ്റം ഉണ്ട്. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റവും പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റവും. ഇതിൽ ഈ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആണ് ഇങ്ങനെയുള്ള ഇതിനെല്ലാം പ്രൊമോട്ട് ചെയ്യുന്ന, BP കൂട്ടുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആണെങ്കിൽ ഓപ്പോസിറ്റ് ആണ്. ശരീരത്തെ കാം ഡൗൺ ചെയ്യിക്കും, ഹാർട്ട് റേറ്റ് കുറയ്ക്കും, BP കുറയ്ക്കും, നമ്മളെ റിലാക്സ് ആക്കും. അങ്ങനെയുള്ള കാര്യങ്ങളാ ചെയ്യുന്ന. നമ്മുടെ മെഡിറ്റേഷൻ വഴി, നമ്മൾ ധ്യാനം ചെയ്യുന്നത് വഴി നമ്മൾ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക ചെയ്യുന്ന. അപ്പം ശരീരം മൊത്തത്തിൽ ശാന്തമാകും. ബേസിക്കലി നമ്മൾ ധ്യാനം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സെപ്പോഴും ശാന്തമായ ഒരു അവസ്ഥയിലായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ ശാന്തമായ അവസ്ഥയിൽ നമുക്ക് എടുക്കുന്ന തീരുമാനങ്ങൾ നല്ലതായിരിക്കും, അല്ലെങ്കിൽ ശരിയായിരിക്കും. പിന്നെ എന്താണ്, ഈ അവയർനെസ് കൂടും. അവയർനെസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു ബോധം, കോൺഷ്യസ്നെസ് കൂടും നന്നായിട്ട്. അവയർനെസ് കൂടുമ്പം ഉള്ളതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നമ്മൾ ഒരു കാര്യം സാധാരണഗതിയിൽ ചെയ്യുമ്പം ഒരു ഓട്ടോമാറ്റിക് ആയിട്ടങ്ങ് ചെയ്തു പോകും, അല്ലെ? ഈവൻ ഡ്രൈവിംഗ് ആയാൽ പോലും ചുമ്മാ അതങ്ങ് നടക്കും. നമ്മൾ അതിനകത്ത് കൂടുതൽ ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു കംപ്ലീറ്റ്ലി അത് ഫോക്കസ് ചെയ്തങ്ങോട്ട് നിൽക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ചിന്തകളിൽ കിടന്ന് മറിഞ്ഞു പോകുന്നത്. അപ്പൊ അവയർനെസ് കൂടുമ്പോഴത്തേക്ക് നമുക്കുണ്ടല്ലോ, നമ്മുടെ ചിന്തകളെ അങ്ങോട്ട്, നമ്മുടെ കൈ ഇങ്ങനെ വെച്ച് കയ്യിൽ നോക്കും പോലെ ചിന്തകളെ നമുക്ക് കാണാൻ പറ്റും, നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതായത് മാറി നിന്നും കൊണ്ട് ചിന്തകളെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കാണുമ്പോൾ എന്താ, നമുക്കറിയാം എന്ത് ചിന്തയാണ് എനിക്ക് വരുന്നത്, നല്ലതോ ചീത്തയോ. സാറിന് ഇപ്പം കുറച്ചു മുമ്പ് പറഞ്ഞു വാസനകളുടെ കാര്യം. വാസനകളും കർമ്മബന്ധങ്ങളും തീരുമ്പം മാത്രമേ ആ ജനന മരണ ചക്രങ്ങളിൽ നിന്ന് നമ്മൾ മോചിതരാകുന്നുള്ളൂ. അപ്പൊ ഈ വാസനകളെ നമ്മുടെ ചിന്തയുടെ ഒരു രീതി കാണുമ്പോൾ നമുക്കറിയാം എന്ത് വാസനയാണ് അവിടെ ഉള്ളതെന്ന്. ഇപ്പൊ ഒരാളെ പറ്റി എന്ത് നല്ലത് ചെയ്താൽ അവരെ പറ്റി നമുക്ക് കുറ്റം പറയാനുള്ള, അല്ലെ അങ്ങനെ ഒരു ചിന്തയാണ് പുറക്കെ വരുന്ന കണ്ടാറേ നമുക്ക് അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ട്. ആ ചിന്ത എവിടുന്നാ വരുന്നത്? ഈ അടിഞ്ഞുകൂടി കിടക്കുന്ന വാസനകളിൽ നിന്ന്, മുൻപത്തെ എല്ലാ ജന്മങ്ങളിൽ നിന്നും ഉള്ള അതിന്റെ ഒരു എസൻസ് ആണ്, അല്ലെ സാർ ഇപ്പൊ പറഞ്ഞത് നമുക്ക്. ആ വാസനകളിൽ നിന്നാണ് നമ്മൾ എന്ത് ചിന്തിക്കുന്നു, എന്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളത് മെയിനായിട്ട് വരുന്നത്. അപ്പൊ ആ വാസനകളിൽ പിടിച്ചാൽ അതിനെ നമുക്കൊരു റൂട്ട് വെട്ടും പോലെ ഒന്ന് കട്ട് ചെയ്യാൻ പറ്റും.
അപ്പം ആ വാസനകളെ ഇല്ലാതാക്കാൻ സഹായിക്കും. പിന്നെ ധാരാളമായി കോസ്മിക് എനർജി ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുന്നത് കർമ്മഫലങ്ങളും എല്ലാം ഒക്കെ കുറയ്ക്കാൻ എല്ലാത്തിനും സഹായിക്കും. കൂടുതൽ ചെയ്യും തോറും അതിനെ കത്തിച്ചു കളയും എന്നാ പറയുന്നത്. അത് പലതരത്തില് അവയർനെസ്സിനും അതിനൊരു വളരെ വലിയൊരു ബന്ധമുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് ആരോഗ്യപരമായിട്ടായാലും ആത്മീയപരമായിട്ടായാലും ഇതൊന്നും അല്ലെങ്കിൽ മനസ്സ് ശാന്തമായിട്ടിരിക്കാനായാലും റിലേഷൻഷിപ്സ് ഇംപ്രൂവ് ആക്കാനും എങ്ങനെയാ ബന്ധങ്ങൾ ഇംപ്രൂവ് ആക്കാൻ പറ്റുന്നത് മെഡിറ്റേഷൻ വഴി. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ മനസ്സ് ശാന്തമാകുമെന്ന് പറഞ്ഞില്ലേ. നമ്മൾ ശാന്തമായിട്ടിരിക്കുമ്പം ഒരാൾ വന്ന് ഇറിറ്റേറ്റഡ് ആയിട്ട് നമ്മളോട് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ അതിനെ ശാന്തമായിട്ട് മറുപടി പറഞ്ഞു നേരിടും, അല്ലെ അവരെ ആശ്വസിപ്പിച്ച് വിടും. അതേസമയം നമ്മൾ ഓൾറെഡി ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കുവാണ്, അപ്പം ഒരാൾ ഇറിറ്റേറ്റഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂം എന്നൊരു പൊട്ടലായിരിക്കും, അല്ലേ? കാര്യം ഇവിടെ ഓൾറെഡി അശാന്തിയിലാണ്. അപ്പൊ അതിന്റെ മണ്ടയിൽ എന്തെങ്കിലും കൂടെ കെടുക്കാനുള്ള ടോളറൻസ് നമുക്കില്ല. അപ്പൊ അവിടെ പൊട്ടിത്തെറിക്കും പോലായിരിക്കും, അല്ലെങ്കിൽ ദേഷിച്ചായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ അത് സങ്കടമായിട്ടായിരിക്കും പോകുന്നത്. അതേസമയം നമ്മൾക്ക് ഈ കൂടുതൽ മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് നമുക്ക് ശാന്തത വന്നു കഴിഞ്ഞാൽ ആ ഒരു രീതിക്ക് മറ്റൊരാളെ അല്ലെങ്കിൽ ചുറ്റുമുള്ളതിനെ നമുക്ക് ഡീല് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പറഞ്ഞില്ലേ അവയർനെസ് കൂടും. അതുപോലെ തന്നെ ഡിസേൺമെന്റ് പവർ എന്ന് പറയുമ്പോൾ നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള കഴിവ്. അതായത് ആ അവയർനെസ് കൂടുമ്പോൾ അവരിൽ ഒരാൾ വന്ന് ഒരു പക്ഷേ നമുക്ക് നല്ലതായിരിക്കാം പറയുന്നത്, നമ്മളതിനെ അവർ കുറ്റം പറയുന്നു എന്നുള്ള രീതിക്ക് എടുക്കുന്ന ആയിരിക്കാം. ഇപ്പൊ ഒരു കാര്യം ചെയ്യുന്ന അത് ആ രീതിക്കല്ല കേട്ടോ ചെയ്യേണ്ട, ഇങ്ങനാണെന്ന് പറയുമ്പോൾ അത് ഞാൻ തീരുമാനിച്ചോളാം എന്ന് പറയുമ്പോൾ നമ്മളവിടെ വേറൊന്നും ചിന്തിക്കുന്നില്ല. അതേസമയം നമുക്ക് അവിടെ നിന്ന് നല്ലൊരു അവയർനെസ് ഉണ്ട്, നമ്മൾ എന്ത് ഓർക്കും, ശരിയാണോ അപ്പൊ നമ്മൾ ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യും, നമ്മൾ ചെയ്യുന്ന ശരിയാണോ തെറ്റാണോ. അപ്പൊ തെറ്റാണെങ്കിൽ നമുക്ക് അവിടെ തിരുത്താൻ പറ്റും. അപ്പൊ ഇങ്ങനെയൊക്കെ വഴി, അതല്ലെങ്കിൽ ആ ഒരാള് പറയുന്നത് എന്ത് ആസ്പെക്റ്റിലാണ് ഒരാൾ അങ്ങനെ പെരുമാറുന്നു, നമുക്ക് എപ്പോഴും ഉള്ള ഒരു സ്ഥിരം പരാതി അല്ലെ നമ്മുടെ ഒരു വിഷമമാണ് ഈ ആൾ എന്നെ വിഷമിപ്പിക്കുന്ന രീതിക്ക് സംസാരിക്കുന്നു. അത് നമ്മുടെ കുടുംബത്തുള്ളയാകട്ടെ പുറത്താകട്ടെ, എന്നെ വിഷമിപ്പിക്കുന്ന രീതിക്ക് സംസാരിക്കുന്നു, എന്നെ മനസ്സിലാക്കുന്നില്ല, എന്നെ സ്നേഹിക്കുന്നില്ല. അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഓരോ ആൾക്കാരും പെരുമാറുന്നതിന് പല പല കാരണങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വാസനകള്. അവരിൽ കുറച്ച് വാസനകളുണ്ട്. ആ വാസനകളാണ് അവരെ കൊണ്ട് ഓരോന്ന് പറയിക്കുകയും പെരുമാറുകയും ചെയ്യുന്നത്. നമ്മളിലുള്ള വാസനകളാണ് നമ്മളെ കൊണ്ട് അത് ചെയ്യിക്കുന്നത്. പിന്നെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് മൈൻഡ് കുറച്ചൊന്ന് കൾട്ടിവേറ്റഡ് ആയി കഴിയുമ്പോൾ ഇതിനെല്ലാത്തിനും ഒരു വ്യത്യാസം വരും. പിന്നെ ഓരോരുത്തരും അവരവരുടെ അറിവിന്റെ തലത്തിൽ നിന്നാണ് പെരുമാറുന്നത്. അവർക്കിപ്പം ഒരു കാര്യം ശാന്തമായിട്ട് പറയാൻ അറിയുകയില്ലായിരിക്കും, അല്ലെങ്കിൽ ഒരു കാര്യത്തെ പറ്റിയുള്ള അവർക്ക് അറിവ് അത്രേ ഉള്ളൂ, അത് വെച്ചിട്ട് അവർ നമ്മളോട് പെരുമാറുന്നു, അത്രേ ഉള്ളൂ. ആ ഒരു മനസ്സിലാക്കലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സമാധാനമായിരിക്കും. ബന്ധങ്ങൾ വളരെ, അത് എന്ത് തരത്തിലുള്ള ബന്ധമോ ആയിക്കോട്ടെ, അതിന് നമുക്ക് വളരെ ഭംഗിയായിട്ട് രമ്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധ്യമാകും. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങള് പല എല്ലാ ആസ്പെക്റ്റിലും നമുക്ക് മെഡിറ്റേഷനിൽ കൂടെ കിട്ടാം. ഇനി എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യുന്നതെന്ന് ആദ്യം ഒന്ന് പറയാം, പിന്നെ നമുക്ക് ലാസ്റ്റ് ഇരുന്നാൽ മതി. ഇത് ആനാപാനസതി മെഡിറ്റേഷൻ എന്നാണ് ഇതിന്റെ പേര്. എല്ലാവർക്കും പരിചയം ഉണ്ടായിരിക്കും, എന്താ ചെയ്യുന്നതാണ് സാറ് പറഞ്ഞു തന്നിട്ടുണ്ടെന്നറിയാം. എന്നാലും അത് ബുദ്ധ ഭഗവാനായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. അതായത് ഒന്നും ചെയ്യാതെ എന്താ പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് എങ്ങും എത്താതെ വന്നപ്പം വെറുതെ ഇരുന്നു, എല്ലാം വിട്ടു. ഈവൻ എൻലൈറ്റൻമെന്റിനുള്ള ആഗ്രഹം പോലും വിട്ടിട്ട് ഇരുന്നപ്പോഴാ ശാന്തി കിട്ടി. അപ്പൊ ശ്രദ്ധിച്ചപ്പോഴാണ് ശ്വാസത്തിലേക്ക് ശ്രദ്ധിച്ചാൽ കിട്ടാം എന്നുള്ള ഒരു ഇത് വന്നത്. ഇത് തെറ്റി പറയണമെങ്കിൽ സാറ് പറഞ്ഞു തരണം. അപ്പം ആ ഒരു മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ ഇതിനകത്തൊന്നുമില്ല. ഇതിനെ നമുക്ക് ബ്രെത്ത് അവയർനെസ് എന്നും പറയാം. കാര്യം നമ്മൾ ആകെ ചെയ്യുന്നത് നമ്മുടെ സ്വാഭാവികമായ ശ്വാസത്തിലേക്ക് ശ്രദ്ധിച്ചിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മുടെ പൊസിഷൻ, നമ്മളൊരു ലോക്ക്ഡ് പൊസിഷനിലായിരിക്കുന്നത്. എങ്ങനെയാന്ന് വെച്ചാല് വളരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കുക, സ്പൈൻ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. എനർജി ഫ്ലോയ്ക്ക് ഹെൽപ്പ് ചെയ്യും.
തറയിലിരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ തറയിൽ തന്നെ ഇരിക്കുക, അതല്ലെങ്കിൽ കസേരയിലോ സോഫയിലോ വേണമെങ്കിലും ഇരിക്കാം. സുഖ ആസനം, വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം ശരീരത്തിന് ഒരു എന്താ പറയുന്നത്, സുഖമില്ലായ്മ വന്നു കഴിഞ്ഞാൽ, അല്ലെ ശരീരഭാഗങ്ങൾ വേദനിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ അങ്ങോട്ടാ പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കുക. എന്നിട്ട് കൈവിരലുകൾ ദേ ഇങ്ങനെ കോർക്കണം. കോർത്തിട്ട് റിലാക്സ്ഡ് ആയിട്ട് മടിയിൽ മലർത്തി വെക്കുക. നമ്മുടെ കാലിന്റെ മുകളിലായിട്ട് മടിയിൽ വെറുതെ മലർത്തി വെക്കുക. കാൽപാദങ്ങൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് വെക്കുക. കണ്ണടയ്ക്കുക. ഇത് മൂന്നും ആകുമ്പോൾ നമ്മൾ ലോക്ക്ഡ് പൊസിഷനിലായി. എന്തിനാ നമ്മൾ ലോക്ക്ഡ് പൊസിഷനിൽ വരുന്നതെന്നറിയോ? മെഡിറ്റേഷൻ ചെയ്യുമ്പം ശ്വാസത്തിലേക്ക് ശ്രദ്ധിച്ചിരിക്കുമ്പം നമ്മൾ ധാരാളം കോസ്മിക് എനർജി അബ്സോർബ് ചെയ്യും. ഈ അബ്സോർബ് ചെയ്യുന്ന എനർജി നമ്മളിൽ നിന്നും ലീക്കായി പോകരുത്. അപ്പം ഈ കണ്ണടച്ച് വിരലുകൾ കോർത്ത് കാൽപാദങ്ങൾ കുരുത്ത് വക്കുമ്പം, അല്ലെ ക്രോസ് ചെയ്ത് വക്കുമ്പോഴത്തേക്ക് ഈ ഒരു എനർജി, കിട്ടുന്ന എനർജി നമ്മുടെ ശരീരത്തിൽ തന്നെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവിടെ നടത്തേണ്ടുന്ന ഫങ്ഷൻസ് നടത്തിക്കൊണ്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നേ ചെയ്യാനുള്ളൂ. നമ്മൾ യാതൊരു എഫേർട്ടും ഇല്ലാതെ നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ശ്വാസം. അത് നമ്മൾ ജനിക്കുന്നിടം മുതൽ മരിക്കുന്നിടം വരെ സ്വാഭാവികമായിട്ട് നടന്നുകൊണ്ടേയിരിക്കും. നമുക്ക് തന്നെ അറിയാം. നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് എന്തെങ്കിലും എഫേർട്ട് വരുന്നെങ്കിലേ ഉള്ളൂ. അല്ലെങ്കിൽ വളരെ നാച്ചുറലായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇവിടെ അത്രയേ ഉള്ളൂ. ആ നാച്ചുറലായിട്ടുള്ള ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക. അതിനായി എവിടെയാണോ നമുക്ക് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പൊ ചുണ്ടിന്റെ മുകളിലായിട്ട് ശ്വാസം പതിക്കുന്ന ആ ഒരു ഫീലിങ്, അതല്ലേ മൂക്കിൽ കൂടി ശ്വാസാകത്തോട്ട് കയറുകയോ പുറത്തോട്ട് ഇറങ്ങുകയോ ചെയ്യുന്ന ഒരു ഫീലിങ്. അപ്പൊ രണ്ട് മൂക്കിൽ കൂടിയും ശ്വാസം കയറുകയോ ഇറങ്ങുകയും ചെയ്യുന്നോ, അതല്ലേ ഒരു മൂക്കിൽ കൂടിയോ ഉള്ളോ, അല്ലെ അതിന്റെ ആ ഒരു ചെറിയ വാന്ത്, അതല്ലേ നെഞ്ചുയർന്ന് താഴുന്നത് ശ്രദ്ധിക്കാം. അതും അല്ലെങ്കിൽ വയറ് പൊങ്ങുകയും താഴുകയും ചെയ്യുന്നത് ശ്രദ്ധിക്കാം. എവിടെയാണോ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത് അവിടേക്ക് ശ്രദ്ധിക്കുക. പിന്നെ മനസ്സ് പല പല കളികളുമായിട്ട് വരും തീർച്ചയായിട്ടും. അപ്പൊ എപ്പോഴാണോ നമ്മൾ ഇങ്ങനെ ശ്രദ്ധിച്ചും കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ശ്രദ്ധ പോയി, അല്ലെ ഞാനിപ്പോ മനസ്സിലാണ് എന്തെങ്കിലും ഓർത്തും കൊണ്ടിരിക്കുവാണെന്ന് ബോധം വരുന്ന ആ സെക്കൻഡില് നേരെ തിരിച്ച് ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. അവിടെ ഒന്നിന്റെ ആവശ്യമില്ല. ആ വന്ന ചിന്തകളെ നിർവീര്യമാക്കാനോ അല്ലെങ്കിൽ അതിനെ തള്ളിക്കളയാനോ ഒന്നിനും പോകണ്ട. നേരെ തിരിച്ച് ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക. ഇതിനെയാണ് കട്ടിങ് ദ തോട്ട്സ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. കാര്യം നമ്മൾ ആദ്യമൊക്കെ ഇങ്ങനെ എന്താ പറയുന്ന ശ്വാസത്തിലോട്ട് ശ്രദ്ധിക്കും. ഇച്ചിരി കഴിയുമ്പോൾ നമ്മൾ ഓർക്കുന്ന അയ്യോ എന്തൊക്കെയോ ഓർത്തുകൊണ്ടിരിക്കുന്നു, തിരിച്ചു വരിക. വീണ്ടും കുറച്ച് കഴിയുമ്പോൾ പോവും, വീണ്ടും കട്ട് ചെയ്ത് തിരിച്ചു കൊണ്ടുവരിക. നമ്മുടെ മനസ്സിന്റെ ഒരു ട്രെയിനിങ്ങും കൂടാണ്. അതുപോലെ അപ്പൊ അങ്ങനെ ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് മെഡിറ്റേഷൻ കഴിയുമ്പം പതിയെ ഈ കൈവിരലുകൾ വിടുവിച്ച് കണ്ണിന്റെ മുകളിൽ, നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാണ്ടിരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കണ്ണട മാറ്റണം. കാരണം നമുക്ക് അതിന്റെ ആവശ്യമില്ല ആ സമയത്ത്. പിന്നെ അപ്പൊ ഈ വിരലുകൾ ഇങ്ങനെ വിടുവിച്ച് എന്താണെന്നറിയാമോ? മെഡിറ്റേഷന്റെ സമയത്ത് നമ്മുടെ ഈ ഫിംഗർ ടിപ്സില് ധാരാളം കോസ്മിക് എനർജി വന്ന് തങ്ങിക്കിടക്കും. അപ്പൊ നമ്മൾ വെറുതെ ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ഈ എനർജി ലീക്കായി പോവുക ചെയ്യുന്ന. അതിന് പകരം അതിനെ കൊണ്ടുവന്ന് നമ്മൾ കൺപോളയുടെ മുകളില്, നമുക്കൊന്നും വേണ്ട, കൈത്തിരുമ്പൊന്നും വേണ്ട, വെറുതെ ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു 5 സെക്കൻഡ് വെക്കുക. അപ്പൊ ആ എനർജി നമ്മുടെ കണ്ണിൽ കൂടെ തന്നെ ഉള്ളിലേക്ക് പോകും. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി നേരം എടുത്ത് മെല്ലെ കണ്ണ് തുറക്കുക. അത്രേ ചെയ്യാനുള്ളൂ. പിന്നെ അതിന്റെ ഒരു 2-3 ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മള് മെഡിറ്റേഷൻ ഇരിക്കുന്നതിന് മുമ്പായിട്ട് ഒരു 2 സിപ്പ് വെള്ളം കുടിക്കുന്നത് നല്ലതാ. കാര്യമായി എനർജി ഫ്ലോ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മുടെ തൊണ്ടയൊക്കെ ഒന്ന് ഉണങ്ങിയിട്ട് ചുമയ്ക്കണം, അല്ലെ ചൊറിച്ചിൽ പോലുള്ള ഫീലിംഗ് ഒക്കെ വരും. അപ്പോൾ 2 സിപ്പ് വെള്ളം കുടിച്ചാൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ ഈ നമ്മൾ എത്ര സമയത്തേക്കാണോ മെഡിറ്റേഷൻ ഇരിക്കുന്ന ആ സമയത്തേക്ക് ഇപ്പം ആപത്ത് എന്നുള്ള ഒരു സാഹചര്യമല്ല എന്നുണ്ടെങ്കിൽ കണ്ണ് തുറക്കാതിരിക്കുക. അതും മനസ്സിനെ ട്രെയിൻ ചെയ്യാനുള്ള ഒരു ട്രിക്കാണ്. ഇപ്പൊ 20 മിനിറ്റ് വിചാരിച്ചു, 15 മിനിറ്റ് മനസ്സ് കിടന്ന് ബഹളം ഉണ്ടാക്കുക, എന്നാൽ പിന്നെ ഞാൻ എഴുന്നേറ്റ് പോകാന്ന് കരുതി എഴുന്നേറ്റ് പോലെ അവിടെ ഇരിക്കണം.
ആ 20 മിനിറ്റ് അപ്പൊ മനസ്സിനെ തന്നെ നമ്മൾ ട്രെയിൻ ചെയ്യുക. നീ എന്ത് ബഹളാന്ന് വെച്ചാൽ അവിടെ കിടന്ന് കാണിച്ചോ, ഞാൻ കണ്ണ് തുറക്കില്ല. ഞാൻ ഇങ്ങനെ തിരിച്ച് ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കും. പിന്നെ മുറിയിൽ ലൈറ്റ് കുറവാണെങ്കിൽ നല്ലതായിരിക്കും. അതേപോലെ തന്നെ ഒരു സ്ഥിരം സ്ഥലത്തിരിക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ വസ്ത്രങ്ങൾ അയഞ്ഞതാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചുറ്റുപാടും കൂടെ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ കുറച്ചും കൂടെ അത് ഈസായിട്ട് വരും. നമുക്ക് മെഡിറ്റേഷൻ ഇരിക്കുമ്പം മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് ധാരാളം വെള്ളം കുടിക്കാം. പിന്നെ മെഡിറ്റേഷൻ ചെയ്യുമ്പം എല്ലാവർക്കും അനുഭവങ്ങളും സെൻസേഷൻസും ഒന്നും വരണം എന്നില്ല. ഇപ്പൊ മുൻപ് ജന്മങ്ങളിലൊക്കെ മെഡിറ്റേഷൻ ചെയ്ത് ഓരോ ലെവൽ എത്തിയവരാണ് ആ ഇനിഷ്യൽ സ്റ്റേജിലുള്ള എക്സ്പീരിയൻസ് ഒന്നും വരുത്തില്ല എന്നാ പറയുന്നത്. പിന്നെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ അതിനെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കണ്ട. ഈ മെഡിറ്റേഷന്റെ ഒരു വലിയ കാര്യം എന്താ പറയട്ടെ, ഒരു മെയിൻ ഹിന്റ് എന്ന് പറയുന്നത് നോ എക്സ്പെക്ടേഷൻ. യാതൊരു പ്രതീക്ഷകളും നമ്മൾ മെഡിറ്റേഷൻ ഇരിക്കുമ്പം വരരുത്. ഇരിക്കുമ്പം എനിക്ക് കംപ്ലീറ്റ് ശ്വാസത്തിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കണം, എൻ്റെ മനസ്സിൽ ചിന്തകളൊന്നുമേ വരാത്ത അവസ്ഥയിലാകണം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ എന്താ അവിടെ പറ്റുന്നത്? മനസ്സാ പ്രവർത്തിക്കുന്നത്. ആ പ്രതീക്ഷകള് വരുന്നത് മനസ്സിൽ നിന്നാണ്. അതുകൊണ്ട് ഒരു പ്രതീക്ഷയും അങ്ങനെ ഒന്നും വെക്കാതെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാനായിട്ട്. അപ്പം ചിലർക്ക് ഭയങ്കര തലയ്ക്ക് ഭാരം പോലെ തോന്നും ചെയ്ത് കുറച്ചാകുമ്പോഴത്തേക്ക്. അതായത് ആ എനർജി ഫ്ലോ ആണ് അവിടെ. ചിലപ്പോൾ നമ്മുടെ ശരീരഭാഗങ്ങളിലോ മുഖത്തോ തലയിലൊക്കെ നല്ല തരിതരിപ്പ്, ഇങ്ങനെ കുത്തും പോലല്ല, ആ ഒരു തരിപ്പ് പോലൊക്കെ തോന്നും, ടിംഗ്ലിംഗ് സെൻസേഷൻ. അതും ആ എനർജി ഫ്ലോ കൊണ്ടുണ്ടാകുന്നതാണ്. ചിലപ്പം ബോഡി ഭയങ്കര ലൈറ്റ് ആയതായിട്ട് തോന്നും. അത് നമ്മൾ ആ കുറച്ചൊന്ന് ഡീപ്പ് മെഡിറ്റേഷനിൽ പോയിട്ട് ആ നമ്മുടെ ഫിസിക്കൽ ബോഡിയായിട്ടുള്ള ആ ഒരു കണക്ഷൻ ഒന്ന് മീൻസ് ലിറ്ററലി വിടുക എന്നുള്ളതല്ല, അതിലേക്കുള്ള ശ്രദ്ധയൊന്ന് കുറയുന്നത് കൊണ്ട് വരുന്നതാണ്. പിന്നെ ചിലർക്ക് എന്താ പറയുന്നത്, പിന്നെ ശരീരത്തെ എവിടെങ്കിലും നല്ല വേദനയോ ഒക്കെ തോന്നിക്കഴിഞ്ഞാൽ സന്തോഷിക്കുക. കാര്യം ആ എനർജി അവിടെ ചെന്ന് ആ ഏരിയയെ ഹീല് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ അതൊരു നല്ല സൈനായിട്ട് വേണം കൂട്ടാനായിട്ട്. പിന്നെ ചിലർ ലൈറ്റോ കളേഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും, ഫ്ലാഷസ് ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ ഗുരുക്കന്മാർ, അതൊക്കെ കുറച്ചധികമായിട്ടാണ് പിന്നെ ഈ പറഞ്ഞ കണക്ക്. ഇതൊന്നും വരണം എന്ന് നിർബന്ധമില്ല. അപ്പൊ അത് വിചാരിച്ചിരിക്കണ്ട, എനിക്ക് എക്സ്പീരിയൻസ് ഒന്നും വരുന്നില്ല, ഞാനൊന്നും കാണുന്നില്ല, ഞാനൊന്നും കേൾക്കുന്നില്ല, അപ്പൊ ഞാൻ ചെയ്യുന്ന കറക്റ്റ് അല്ല, അങ്ങനെ ഒന്നും വിചാരിക്കണ്ട. ചെയ്യുക, അത്രേ ഉള്ളൂ നമുക്ക് ചെയ്യാനായിട്ട്. ആത്മാർത്ഥമായിട്ട് റെഗുലർ ആയിട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഗ്രാജുവലി കൂട്ടിക്കൊണ്ട് വരിക. അപ്പൊ കുറച്ച് സമയത്തിൽ തുടങ്ങിയാലും എന്താ പറയുന്നത്, ശരിക്കും അതിന്റെ ഒരു ആവറേജ് എത്ര ഇപ്പൊ ഒരുപാട് ചെയ്താലേ പ്രയോജനം കിട്ടൂ എന്നില്ല കേട്ടോ. നമ്മൾ ചെയ്യുന്ന എത്ര എമൗണ്ട് എടുക്കുന്നോ അതിന്റെ അനുസരിച്ചുള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടും. കുറച്ച് ചെയ്താൽ അതിനനുസരിച്ചുള്ള കിട്ടും, കൂടുതൽ ചെയ്യുന്ന അനുസരിച്ച് കൂടുതൽ കിട്ടും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഏജിന്റെ അത്രയും സമയമാണ് ചെയ്യേണ്ടത്. 50 വയസ്സാണ് നമുക്കെങ്കിൽ 50 മിനിറ്റ് എന്നുള്ളതാണ്. 60 വയസ്സെങ്കിൽ 60 മിനിറ്റ്. ഒറ്റയടിക്ക് കയറി അത്ര ഇരിക്കാനല്ല പറഞ്ഞ് നമുക്ക് ചെയ്ത് ശീലമില്ലെങ്കിൽ ഒരു 15 മിനിറ്റിൽ തുടങ്ങാം, 20 മിനിറ്റിലാകാം, 25 മിനിറ്റ് ആകാം. ഗ്രാജുവലി കൂട്ടി കൊണ്ടുവരിക. ചെയ്ത് കുറച്ച് വരുമ്പോൾ ഉള്ള പ്രയോജനങ്ങൾ കാണുമ്പോൾ നാച്ചുറലി നമ്മൾ കൂട്ടും. നമുക്കത് പിന്നെ ഇഷ്ടമാകും അത്രയും സമയം അങ്ങോട്ടിരിക്കാനായിട്ട്. പിന്നെ ഞാനിത് പലർക്കും പറഞ്ഞു കൊടുക്കുമ്പോൾ കൂടുതൽ കേട്ടിട്ടുള്ള ഫീഡ്ബാക്ക് എന്തുവാണെന്നറിയാമോ? ഉറക്കം നന്നായി എന്ന് പറയും. ഉറക്കം വരാൻ പ്രയാസമുള്ളവർക്കൊക്കെ ഉറക്കം പെട്ടെന്ന് കിട്ടുന്ന, അതുപോലെ തന്നെ ഉറക്കത്തിന്റെ ക്വാളിറ്റി മാറും. നല്ല ഡീപ്പ് സ്ലീപ്പിൽ പോകും പെട്ടെന്നായിട്ട്. നമ്മൾ നന്നായിട്ട് ഉറങ്ങുന്ന ദിവസം പിറ്റേ നമ്മൾ എങ്ങനെ എഴുന്നേക്കുന്ന, നല്ല എനർജറ്റിക് ആയിട്ട് നല്ല ഫ്രഷ് ആയിട്ട് എഴുന്നേക്കും അല്ലേ. അപ്പൊ ആ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ടെന്ന് പലരും, കൂടുതൽ പേരും പറയാം. തുടങ്ങി ഒരു 3 ദിവസം ആകുമ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം അതൊരു വലിയ ബെനിഫിറ്റ് ആണ് അതിന്റെ. അപ്പം അത്രയൊക്കെയാണ് ഈ മെഡിറ്റേഷനെ പറ്റി പറയാനുള്ളത്. നമ്മൾ കൂടുതൽ ഒന്നും ചെയ്യാനില്ല, നമ്മൾ റെഗുലർ ആയിട്ട് സിൻസിയർ ആയിട്ട് ചെയ്യുക. മെഡിറ്റേഷന് വേണ്ടി ഇരിക്കുക, ശ്വാസത്തിൽ ശ്രദ്ധിക്കുക, അത് എല്ലാ ദിവസവും കൃത്യമായി ചെയ്യുക. ഗ്രാജുവലി ടൈം കൂട്ടി കൊണ്ടുവരിക. ബാക്കി നടക്കേണ്ടുന്നതെല്ലാം ഓട്ടോമാറ്റിക്കലി നടക്കും. അത്രയേ ഉള്ളൂ. എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ? സംശയം വല്ലതും ഉണ്ടോ? നമസ്കാരം. നമസ്കാരം.
മെഡിറ്റേഷൻ സെയിം ടൈമിൽ ചെയ്യണോ അതോ ഇല്ല, അങ്ങനെയില്ല? നിർബന്ധം അങ്ങനെയില്ല. നമ്മൾ നമുക്ക് കൺവീനിയന്റ്. പിന്നെ ഏറ്റവും ബെസ്റ്റ് എന്താണെന്നറിയോ, നമ്മൾ എഴുന്നേക്കുമ്പം ആദ്യം മെഡിറ്റേഷൻ ചെയ്യുക. കാരണം നമ്മൾ എഴുന്നേറ്റിട്ടുള്ള ആദ്യത്തെ ആ ഒരു കുറച്ച് സമയം നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ആ ഡേ മൊത്തം നമുക്ക് ആ ഒരു ലെവലിലായിരിക്കും നിൽക്കുന്നത്. അപ്പം ഉറക്കത്തിൽ നിന്ന് അങ്ങോട്ട് പെട്ടെന്ന് ആ ഒരു വലിയ സ്വപ്നത്തിൽ നിന്നൊന്നും ചാടി എഴുന്നേക്കുമല്ല എന്നുണ്ടെങ്കിൽ പൊതുവെ നമുക്ക് ചിന്തകൾ കുറവായിരിക്കാം ഉണർന്നങ്ങോട്ട് വരുന്ന സമയത്ത്. അപ്പോഴങ്ങോട്ട് ജസ്റ്റ് ഒന്ന് മുഖവും കഴുകി അങ്ങോട്ടൊന്ന് ഇരിക്കാതെങ്കിൽ, കുളിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. പക്ഷെ നേരെ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് പെട്ടെന്നൊന്ന് മുഖം കഴുകി പെട്ടെന്ന് ഇരിക്കാൻ നോക്കും. കാര്യം ചിന്തകളുടെ പിടി അങ്ങോട്ട് വരുന്നതിന് മുമ്പായിട്ട്. അപ്പം രാവിലെ എഴുന്നേക്കുമ്പം നേരെ ഇരിക്കാൻ പറ്റിയാൽ ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ്. പിന്നെ പകലൊക്കെ എപ്പോൾ വേണേലും നമുക്ക് ചെയ്യാം. ഇതിനങ്ങനെ പ്രത്യേകിച്ച് നേരവും കാലവും ഒന്നുമില്ല, ഏത് സമയത്തും ചെയ്യാം. പിന്നെ കുളിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ്, ഒന്ന് നല്ലതായിട്ട് കുളിച്ചിട്ടിരുന്ന് കഴിഞ്ഞാൽ നല്ലതായിട്ട് നമുക്ക് ധ്യാനം ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി രാത്രി. കാര്യം ഒരു ഹോൾ ഡേ കഴിഞ്ഞയാണ്, പലവിധ എനർജികളുമായിട്ട് നമ്മൾ കൂട്ടിമുട്ടിയതാണ്, നമ്മളിൽ വന്നതാണ്. അപ്പൊ കുളിക്കുമ്പം ആ വെള്ളം നമ്മുടെ ഓറയെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യും. നല്ല സുഖമായിട്ട് ധ്യാനം ചെയ്യാൻ പറ്റും. രാവിലെയും അങ്ങനെ ചെയ്യണം എന്ന് തന്നെ പറയുന്നത്. അവരവരുടെ ഒരു കംഫർട്ട് അനുസരിച്ച് ചെയ്യുക. താങ്ക് യു. ശരി. നമ്മൾ ചെയറിൽ ഇരുന്നുകൊണ്ടും യോഗ ചെയ്യാവെന്ന് പറഞ്ഞു. അപ്പൊ കൈ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ കാല് പിണച്ചിട്ടിരിക്കും എന്ന് പറഞ്ഞാൽ കാലപ്പം നിലത്ത് മുട്ടാമോ? നിലത്ത് മുട്ടി വെക്കണമെന്നുണ്ടോ? നിലത്ത് മുട്ടാൻ ചേച്ചി. അതല്ല വേറെ വെള്ളത്തിന്റെ മുകളിലോട്ട് വെക്കുവാണ്, അങ്ങനെ വേണേലും വെക്കാം. പാദം ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇരിക്കണമെന്നേ ഉള്ളൂ. ഓക്കെ ഓക്കെ, ദാറ്റ് വാസ് മൈ ക്വസ്റ്റ്യൻ. താങ്ക് യു. വേറെ എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? അപ്പം ശമ്പളം പിടിഞ്ഞിരിക്കണമെന്നില്ലേ ധ്യാനം ചെയ്യുമ്പത്തേക്ക്? അങ്ങനെ ഇരിക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത്. സാറും അന്ന് എനിക്ക് പറഞ്ഞു തന്നായിരുന്നു. സാറ് പറഞ്ഞു നിലത്തിരിക്കാൻ പറ്റുമെങ്കിൽ നിലത്തിരിക്കുക തന്നെ വേണം, ബാക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെക്കണം എന്ന് സാറൊന്നും പറഞ്ഞു തന്നായിരുന്നു. അപ്പൊ ചമ്രം പടഞ്ഞിരിക്കാമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ്. പിന്നെ ഇപ്പൊ അങ്ങനെ ഇരിക്കാൻ പറ്റില്ല, മുട്ടുവേദനയാണ്, നടുവേദനയാണ് എന്ന് വിചാരിച്ച് നമ്മൾ ധ്യാനം ചെയ്യാതിരിക്കണ്ട. അങ്ങനെയുള്ളപ്പം കസേരയിലോ സോഫയിലോ ഒക്കെ ഇരിക്കാം, സുഖമായിട്ട് ഇരുന്നിട്ട് ചെയ്യുക. താങ്ക് യു. സാർ എന്തെങ്കിലും തിരുത്തി പറയാനോ കൂടുതൽ ചേർക്കാനോ? ഇടയ്ക്ക് പറയരുതെന്നും എന്ന് മനഃപൂർവ്വം വിചാരിച്ചുകൊണ്ട് തന്നെ മ്യൂട്ട് ചെയ്തതാണ് ഞാൻ. അപ്പൊ നമ്മള് തന്നെ ആൻസർ പറയാറ്. നമ്മൾ പറഞ്ഞ ആൻസർ എല്ലാം തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അപ്പൊ വ്യത്യാസമൊന്നുമില്ല. അപ്പം വെരി വെരി നൈസ്ലി. നിങ്ങൾക്ക് ആർക്കും ചോദ്യം കൊണ്ട് ചോദിച്ചാൽ കേട്ടോ. ഇവിടെ എപ്പോഴും ഞാൻ പറഞ്ഞ കേൾക്കുന്നതല്ല. അപ്പൊ നിങ്ങൾ ചോദ്യം കൊണ്ട് ചോദിച്ചാൽ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? എല്ലാം വളരെ വെൽ എക്സ്പ്ലെയിനബിൾ ആണ്. എല്ലാം എക്സ്പ്ലെയിൻ ചെയ്താണ്. എന്ത് ചെയ്യണം, എന്തുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്, എവറിഥിങ് ഈസ് ദെയർ. യു എക്സ്പ്ലെയിൻ എവറിഥിങ് വെരി നൈസ്ലി. വെരി നൈസ്ലി ഡൺ അമ്പിളി. താങ്ക് യു. വെരി നൈസ്ലി. മറ്റുള്ളവർക്കും കൂടെ കൊടുക്കാനായിട്ട്. തീർച്ചയായിട്ടും റെക്കോർഡിംഗ് ഞാൻ അപ്ലോഡ് ചെയ്യാം, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. അമ്പിളി കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഞാൻ ഡൽഹിയിൽ ഗുരുവിന്റെ അടുത്തിരുന്ന് അമ്പിളി പറഞ്ഞ ആനാപാനസതി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് യാദൃശ്ചികം I was just went to the room and then Ampli's message came, and I used to sit about 10 days, hour and a half. Just remember, he's sitting right in front of me, so I cannot move. He's also doing it. So I did the Anapanasati, but hour and a half, 10 days. And after that, did we practice? That's what I'm ചോദിച്ചത്. ഇപ്പോൾ ഞങ്ങളുടെ രാവിലത്തെ റുട്ടീൻ അനുസരിച്ച് ഞങ്ങൾക്ക് മാക്സിമം ഒരു 10 മിനിറ്റൊക്കെ കിട്ടുന്നുള്ളൂ. പക്ഷേ we'll experiment, take time. But when we do the yoga, it's completely anapanasati. Yoga is mindfully. Yoga is one thing, exercise is one thing. The exercise versus yoga that is the difference. Mindfully doing it. So we're continuing that, and we sit down for 10 minutes. That's barely what we'll get time. But we basically will do the same thing. ഉറക്കം വരാതിരിക്കാൻ എന്ത് ചെയ്യണ്ടേ? ചിലപ്പോ ഉറക്കം അങ്ങ് വരും കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോ.
അത് പറയാൻ വിട്ടുപോയ ഒരു പോയിന്റ്. ഒന്ന് സാറ് പറഞ്ഞതും പിന്നെ ചേച്ചി പറഞ്ഞതും. ഒന്ന് ഉറക്കം വരാതെ, ഉറക്കം ഇതിന്റെ നമ്മള് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. നമ്മൾ അങ്ങനെ ഇരിക്കും, ചിന്തകളില്ലാത്തപ്പോ പെട്ടെന്ന് ഉറങ്ങിപ്പോവും. അപ്പം അത് വളരെ കോമൺ ആയിട്ടുള്ളതാണ്. അതിനകത്ത് കുഴപ്പമില്ല. അത് ആം, എന്താണ് നമുക്ക് എനർജി ലെവല് കുറവുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ ഉറങ്ങിപ്പോകുന്നത്. ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് ഈ മൈൻഡ്ഫുൾനെസ്. സാർ ഇപ്പൊ പറഞ്ഞു യോഗ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ എനർജി ഡ്രെയിൻ ആയി പോകുന്നില്ല. അപ്പൊ ഈ മൈൻഡ്ഫുൾനെസ്സും മെഡിറ്റേഷനും ശരിക്കും പറഞ്ഞാല് ഇങ്ങനെ ഒരുമിച്ച് പോകുന്ന രണ്ട് സാധനങ്ങളാണ്. അതേ പറയാൻ വിട്ടുപോയ പോയിന്റാണ് സാർ ഇപ്പൊ പറഞ്ഞപ്പോഴാണ്. അതായത് മെഡിറ്റേഷൻ കണ്ണടച്ച് നമ്മുടെ ഉള്ളിലേക്ക് ശ്രദ്ധിച്ച് ശ്വാസത്തിൽ ശ്രദ്ധിച്ചിരിക്കുന്നത് മെഡിറ്റേഷൻ. കണ്ണ് തുറന്ന് ചെയ്യുന്ന പ്രവൃത്തിയിൽ പൂർണ്ണമായും ശ്രദ്ധിച്ചിരിക്കുന്നത് മൈൻഡ്ഫുൾനെസ്. രണ്ടിലും എനർജി പോകുന്നില്ല, മെഡിറ്റേഷനിൽ കൂടുതൽ കിട്ടുന്നു. ബേസിക്കലി മെഡിറ്റേഷനിൽ കൂടെ എനർജി കിട്ടുന്നു, മൈൻഡ്ഫുൾനെസ്സിൽ കൂടെ ആ കിട്ടിയ എനർജി നമ്മൾ കൺസേർവ് ചെയ്യുന്നു, പുറത്തോട്ട് പോകുന്നില്ല. അപ്പം ഉറക്കം അത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഉറങ്ങിപ്പോകുവാണെങ്കിൽ ഓക്കെ, ആയിക്കോട്ടെ, ഉറങ്ങിക്കോട്ടെ. പക്ഷെ നമ്മുടെ ശരീരത്തിന് നമ്മൾ ധ്യാനം ചെയ്യുമ്പോൾ നമ്മൾ ഉറങ്ങുവാണെങ്കിൽ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് അത് റീചാർജ് ആവുന്നത്. ആയി കഴിഞ്ഞാല് പെട്ടെന്ന് നമ്മൾ ഉണരും. അപ്പൊ ഉണർന്നു കഴിയുമ്പോൾ എഴുന്നേറ്റ് നിർത്തിയിട്ട് പോകാതെ തുടർന്ന് ധ്യാനം ചെയ്യുക. പിന്നെ നമുക്ക് ദിവസത്തിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് 5 മിനിറ്റ് ആയാലും കുറേശ്ശെ ഒന്ന് ധ്യാനം ചെയ്യാം. അപ്പൊ ആ ഒരു എനർജി ഇങ്ങനെ പ്രിസർവ്ഡ് ആയിട്ട് നിൽക്കും. അതാണ് ഇതിന്റെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതില് നമ്മൾ ശ്രദ്ധിക്കണം. ഉറങ്ങുന്നത് ധ്യാനമാണെന്ന് വിചാരിക്കരുത് കേട്ടോ. ഉറങ്ങിപ്പോയി ദാറ്റ്സ് ഓക്കെ, നെക്സ്റ്റ് ഡേ കറക്റ്റ്. അതിനെന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ രാവിലെ ഏറ്റവും ഉത്തമമായ സമയമാണെന്ന് പറഞ്ഞല്ലേ. അപ്പൊ രാവിലെ നമ്മൾ റെസ്റ്റ് എടുത്തിട്ടാണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ ഉറങ്ങാനുള്ള സാധ്യത കുറവാണ്. വൈകിട്ട് വളരെ ടയർഡ് ആണെങ്കിൽ ആ സമയത്ത് ധ്യാനം ചെയ്യേണ്ട സമയമല്ല. അപ്പോ നിങ്ങൾക്ക് ഒരുപക്ഷെ ഉറങ്ങുന്നത്, നമ്മുടെ ഉറക്കം തന്നെ കുറവായിരിക്കും ഒരുപക്ഷെ. അതുകൊണ്ടായിരിക്കും ഉറക്കം തന്നെ. ഇപ്പം 5 മണിക്കൂർ ഉറങ്ങുന്നതുകൊണ്ട്, 6 മണിക്കൂർ ഉറങ്ങുന്നുണ്ട്, 7 മണിക്കൂർ 8 മണിക്കൂർ ഉറങ്ങുന്നുണ്ട്. അവരവർക്ക് ആവശ്യമുള്ള ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ ഉണ്ടല്ലോ, ചിലപ്പോൾ നമ്മൾ ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോകുന്ന തന്നെ ഉറങ്ങിപ്പോകും. സോ സീ ഇഫ് യു ക്യാൻ ഗോ ബാക്ക് ആൻഡ് സീ ഇഫ് മൈ സ്ലീപ്പിംഗ് എനഫ്. അങ്ങനെ എപ്പോഴും ഒരു ദിവസം വന്നു പോയി. എന്റെ അനുഭവത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഉറങ്ങിയിട്ടുള്ളൂ. അന്ന് വളരെ ടയർഡായിരുന്നു. ഐ റിമെമ്പർ ദാറ്റ്. ഓക്കെ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. എന്താണ് ശ്രദ്ധിക്കുക, ധ്യാനമല്ല നമ്മളെ ഉറക്കത്തിൽ പോകുന്നത്. നമ്മൾ വി ആർ ടയർഡ് സംഹൗ, വി ആർ ടയർഡ്, ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ്. അന്നേരം ഒരു റെസ്റ്റ് കിട്ടിയും ശരീരം ചിന്തകളെല്ലാം ഒന്ന് മാറ്റി റെസ്റ്റ് എടുക്കാൻ പോകും, പെട്ടെന്ന് വി ജസ്റ്റ് ഗുഡ് സ്ലീപ്പ്. ഇതിന്റെ ഇംഗ്ലീഷിലുള്ള ഒരു പരിവർത്തനം കിട്ടാൻ സാധിക്കുമോ? ഉണ്ട്. എന്റെ മക്കൾക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയോ? ആയിക്കോട്ടെ. ഞാനത് ആർക്കയച്ച് എന്റെ കയ്യില് ഒന്നുകിൽ സാറിനേക്ക് അല്ല സരസ്വതി ചേച്ചിക്ക് അയക്കാം. രാജുവിന് അയച്ചു കൊടുത്താൽ മതി. രാജു ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ രാജുവിനോടാണല്ലോ ചോദിക്കുന്നത്. ശരി. ഉറക്കമില്ലാത്തവർക്ക് രാത്രി ചെയ്യുന്നത് കുഴപ്പമില്ല അല്ലേ? ഇല്ല. യോഗ നിദ്ര ചെയ്ത് ഞാൻ ചെയ്യുമായിരുന്നേ. പണ്ട് ഉറങ്ങിപ്പോവും, അത് കുഴപ്പമില്ല അല്ലേ? യോഗ നിദ്ര അവര് തീരുന്നതിന് മുമ്പ് ഉറങ്ങുമ്പം യോഗനിദ്രയുടെ അതിലോട്ട് പോകുന്ന കാര്യമാണോ ചേച്ചി പറഞ്ഞത്? അതെ. അങ്ങനെ ചെയ്യാം. അത് ശരിക്കും താങ്ക് യു, പോയിന്റ്സ് എല്ലാം ഓർമ്മിപ്പിക്കും. ശരിക്കും ഉറങ്ങാൻ പോകുമ്പം നമ്മള് ശ്വാസത്തിലേക്ക് ശ്രദ്ധിച്ചും കൊണ്ട് കിടന്നാല് ശരിക്കും രാത്രി മൊത്തം മെഡിറ്റേറ്റീവ് എഫക്റ്റ് ആണെന്നാ പറയുന്ന യോഗനിദ്രയിലോട്ട് പോകുമ്പോഴത്തേക്ക്. ഡെഫിനറ്റ്ലി അങ്ങനെ, അത് വളരെ നല്ല കാര്യമാണ് ഇങ്ങനെ ചെയ്യുന്നത്. താങ്ക് യു. ഇനി എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാനായിട്ടില്ലെങ്കിൽ നമുക്കൊന്ന്, സാർ എത്ര നേരം? 6:50 അല്ലെ 8:50? ഓക്കെ. അവിടെ 9 ആകുന്നു. 10 മിനിറ്റ് 15 ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഫ്യൂ മിനിറ്റ്സ് ഓക്കെ. ഒത്തിരി 9:30 is too much. 15 മിനിറ്റ് ചെയ്യാം. 15 minutes okay. I'm sure
എല്ലാവർക്കും 10 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാൻ അമ്പിളി എപ്പോഴും കിട്ടുന്നതല്ലോ. അമ്പിളി ഇസ് വെരി ബിസി. സോ അതുകൊണ്ട് ജസ്റ്റ് ടേക്ക് ദ ടൈം യു നീഡ്. ഓക്കെ, ശരി. എന്നാ നമുക്ക് ഇരിക്കാം, മെഡിറ്റേഷൻ ഇരിക്കാം. കഴിയുമ്പോൾ ഞാൻ പറയാം കേട്ടോ. ഫൈനൽ 5 സെക്കൻഡ്സ് എന്ന് പറയും, അപ്പോഴേ കഴിയത്തുള്ളൂ. എന്നാ ഇരിക്കുക. എല്ലാവരും വളരെ കംഫർട്ടബിൾ ആയിട്ട് എവിടെ ഇരിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇരിക്കുക. ലൈറ്റ് ഡിമ്മാക്കുകയോ ഓഫാക്കുകയോ ചെയ്യണേ ചെയ്യാം. കിടന്നാലും ഓക്കെ, ലൈറ്റ് ഉണ്ടെങ്കിലും ഓക്കെ. കണ്ണാടി മാറ്റി വളരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കുക. കൈവിരലുകൾ കോർത്ത് റിലാക്സ്ഡ് ആയിട്ട് മടിയിൽ വെക്കുക. പാദങ്ങൾ ക്രോസ് ചെയ്ത് വെക്കുക. ഒരു 3 പ്രാവശ്യം ഒന്ന് ദീർഘശ്വാസം എടുക്കുക. ശ്വാസം അകത്തേക്ക് പോകുന്നതും പുറത്തേക്ക് വരുന്നതും ശ്രദ്ധിച്ചുകൊണ്ട് 3 തവണ ശ്വാസം എടുക്കുക. ശരീരം മൊത്തത്തിലൊന്ന് റിലാക്സ്ഡ് ആക്കുക. പാദം മുതൽ തലവരെ ഒന്ന് ശ്രദ്ധിച്ച്, ടൈറ്റായ ശരീരഭാഗങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു വിടുക. ഇനി ഈ റിലാക്സ്ഡ് അവസ്ഥയിൽ നമുക്ക് ആകെ ചെയ്യാനുള്ളത് വളരെ ശാന്തമായും സ്വാഭാവികമായും നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ശ്വാസത്തെ ശ്രദ്ധിക്കുക മാത്രമാണ്. യാതൊരു തരത്തിലും ആ ശ്വാസത്തെ നമ്മൾ ക്രമീകരിക്കേണ്ട ആവശ്യമില്ല. അത് വേഗത്തിലാണെങ്കിലായിക്കോട്ടെ, സ്ലോയിലാണെങ്കിലായിക്കോട്ടെ. ചുണ്ടിന് മുകളിലായി ശ്വാസം പതിക്കുന്നത്, നാസാദ്വാരങ്ങളിൽ കൂടി ശ്വാസം അകത്തേക്കും പുറത്തേക്കും ഇറങ്ങുന്നതോ ശ്രദ്ധിച്ചു കൊണ്ടേയിരിക്കുക. ഇടയ്ക്ക് ചിന്തകൾ വരാം. ഒട്ടും തന്നെ ശ്രദ്ധയാ ചിന്തകൾക്ക് കൊടുക്കാതെ തിരികെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക. മ്യൂസിക് ഷെയർ ചെയ്യും. ശ്വാസത്തിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക.
Final 5 seconds. 5, 4, 3, 2, 1. പതിയെ കൈവിരലുകൾ കണ്ണിന്റെ മുകളിൽ വെക്കുക. മെല്ലെ കണ്ണു തുറക്കുക. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഓ, നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ ഏത് ബ്രീത്താണ്, ഏതെങ്കിലും നമുക്ക് ലോങ് ബ്രീത്ത്, വിജയ് ബ്രീത്തിങ് ഒന്ന് കാണിച്ചു തരാമോ? ഞാൻ അതാണ് സാധാരണ എനിക്ക് കോൺസെൻട്രേറ്റ്, അല്ലെങ്കിൽ ബോക്സ് ബ്രീത്തിങ്ങില് ഹോൾഡ് ചെയ്ത് ഏതാണ് ഇത് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ? കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ബോക്സ് ബ്രീത്തിങ് ഒക്കെ ആവുമ്പോൾ നമ്മളത് കൗണ്ട് ചെയ്തിട്ടേ. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ വിജയ് ബ്രീത്തിങ്ങിന്റെ ഒന്ന് പ്ലീസ്? അല്ല, ഒന്ന് അതെനിക്ക് അറിഞ്ഞു. പിന്നെ ഈ മെഡിറ്റേഷൻ അകത്ത് പറയുന്ന നമ്മള് വളരെ സ്വാഭാവികമായ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ചു മതി. മറ്റത് നമ്മള് ആ ദീർഘശ്വാസം എടുക്കുക, അവിടെ ഹോൾഡ് ചെയ്യുക, അവിടെ കൗണ്ട് ചെയ്യുക, അവിടെ മനസ്സിന്റെ ഇൻവോൾവ്മെന്റ് വരുന്നു. ശ്വാസം മാത്രം ശ്രദ്ധിക്കുമ്പോൾ മനസ്സിനെ നമ്മള് മാറ്റി നിർത്തുക ചെയ്യുന്നത്. താങ്ക് യു. അതൊന്നറിയാനായിരുന്നു. താങ്ക് യു. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. അമ്പിളി തീർച്ചയായിട്ടും ഉത്തരം തരും. അത് ഉത്തരം തരും. ഇപ്പൊ ഉത്തരം തരുന്നതിന് പകരം അമ്പിളി എഴുതി അയക്കുകയോ, convey to me, I convey to you, or you can call her directly. നമുക്ക് എല്ലാവർക്കും അമ്പിളി contacted directly. ഞാനിത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. Still recording, yeah. Still recording. I'll take it off from the recording.